മഴയെ തുടർന്ന് ഒമാനിൽ 2 മരണം. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വാഹനം ഒഴുക്കിൽപ്പെട്ടാണ് 3 പേർ മരിച്ചത്. 3 വാഹനങ്ങൾ ഒഴുകിപ്പോയി എന്നാണ് റിപ്പോർട്ട്. മവാല പ്രദേശത്ത് ഒരു വീടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും രക്ഷപ്പെടുത്തി. എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, മഴ അവിടെ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് നിലവിലെ അവസ്ഥ? ഇന്ന് രാവിലെ മുതൽ തന്നെ ഒമാനിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ ശക്തമായ മഴയെ തുടർന്ന് റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളുമൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിനിടയിൽ ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ടാണ് 3 പേർ മരിച്ചിരിക്കുന്നത്. ഈ 3 പേർ മരിച്ചതായി സിവിൽ ഡിഫൻസ് വിഭാഗം ഔദ്യോഗികമായി അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ 3 വാഹനങ്ങളും ഒഴുക്കിൽപ്പെട്ടു. ഈ വാഹനങ്ങളെയും സിവിൽ ഡിഫൻസ് വിഭാഗം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് 40-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ഈ മവാല പ്രദേശത്തെ ഒരു വീട്ടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളും 12 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു സംഘത്തെയും സിവിൽ ഡിഫൻസ് വിഭാഗം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വാദികൾ, വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന റോഡുകൾ, താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനായി ഒന്നിലധികം ഗവർണറേറ്റുകളിൽ അടിയന്തര സംഘങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സിവിൽ ഡിഫൻസ് വിഭാഗം അല്പസമയം മുമ്പ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്, ഈ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. മുസന്തം, അൽ ബുറൈഖി ഗവർണറേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം തന്നെ അൽ ദാഹിറ, നോർത്ത് അൽ ബാത്തിന എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. വാദികളിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും പെട്ടെന്നുള്ള പ്രളയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ കാറ്റും ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം ആവർത്തിച്ച് പറയുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് വിഭാഗവും. ഒപ്പം തന്നെ വാഹനം ഓടിക്കുന്നവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ശക്തമായ മഴയുടെ ഒരു സാഹചര്യത്തിൽ ദൂരക്കാഴ്ച മറയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഒമാനിലെ ഒരു സാഹചര്യം, പ്രധാന റോഡുകളിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. വാദികളൊക്കെ നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് ആവർത്തിച്ച് സിവിൽ ഡിഫൻസ് വിഭാഗവും അതുപോലെ തന്നെ കാലാവസ്ഥാ കേന്ദ്രവും നൽകുന്നത്. ശരി, ഒമാനിൽ കനത്ത മഴയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിലും മഴയുടെ ജാഗ്രത അവിടെ നൽകിയിട്ടുണ്ട്. എസ് രഞ്ജിത്താണ് വിശദവിവരങ്ങൾ നൽകിയത്.